ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ജോർജ്. ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ 4+1 വീൽസ് നിങ്ങൾ കണ്ടു കാണും. അതിനെ ലൈക്ക് ചെയ്തവരും ഷെയർ ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും താങ്ക്സ്. ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇന്ന് നമ്മൾ കാണാൻ പോണ ടോപ്പിക്ക് ഇന്ന് കാലത്ത് വളരെ കോമൺ ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്: ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക്. അങ്ങനെ ടേംസ് ആണ് നമ്മളിന്ന് കാണാൻ പോണത്. ഈ ഹാർഡ് വർക്ക് എന്നുള്ള ടേം നമ്മൾ കൂടുതൽ ഫെമിലിയർ ആണ്. ഈവൻ പ്രോവർബ്സ് ഉണ്ട്, ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. ഇതൊക്കെ കാലങ്ങളായിട്ട് നമുക്കറിയാവുന്നൊരു പ്രോവർബാണ്. പക്ഷേ ഈ ഹാർഡ് വർക്കിന് സബ്സ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും ഇന്ന് ഉണ്ടോ? അത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പ്രിഫറബിൾ ആൻസർ ഈസ് നോ. ഹാർഡ് വർക്കിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഹാർഡ് വർക്ക് തന്നെയുള്ളൂ. പക്ഷേ കോവിഡ് അതോടുകൂടി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ കാര്യങ്ങളൊക്കെ കുറേ തിരിഞ്ഞു, ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തു. ഇന്ന് ഹാർഡ് വർക്കിനേക്കാളും ഒരു പക്ഷേ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ടേം സ്മാർട്ട് വർക്കായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരും, ഈ സ്മാർട്ട് വർക്ക് മുമ്പ് ഉണ്ടായിരുന്നോ? സംശയം വേണ്ട, സ്മാർട്ട് വർക്ക് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ടേം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈവനിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല എന്ന് മാത്രം. ഇനി സ്മാർട്ട് വർക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ എന്താണ് ഹാർഡ് വർക്ക് എന്ന് അറിയണം. അത് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് അതിലേക്കൊന്ന് പ്രൊസീഡ് ചെയ്യാം. എന്താണ് ഹാർഡ് വർക്ക്? അതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് എന്ത് വർക്കാണ് ചെയ്യുക അതിനേക്കാളും കൂടുതൽ വർക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇവന്റിന് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതാണ് ഹാർഡ് വർക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടെ, എന്താണ് നമ്മൾ നോർമലായിട്ട് ചെയ്യണ വർക്ക്? ഒരു കുട്ടീനെ സംബന്ധിച്ച് ഒരു കുട്ടി ഒരു ദിവസം 4 മണിക്കൂർ പഠിക്കുന്നു. പക്ഷേ പരീക്ഷ എടുക്കുന്നു. അപ്പോൾ ആ കുട്ടി 4 മണിക്കൂർ എന്നുള്ളത് 8 മണിക്കൂറാക്കി മാറ്റും. അപ്പോൾ 4 മണിക്കൂറിന് വെച്ച് നോക്കുമ്പോൾ 4 മണിക്കൂർ കൊണ്ട് അധികം പഠിക്കുകയാണ്. അപ്പോൾ അതൊരു ഹാർഡ് വർക്കാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി എന്താണ് സ്മാർട്ട് വർക്ക്? സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ള എയിം? എന്താണ് നമ്മുടെ ഡീറ്റെയിൽഡ് വർക്ക്? മൂന്നാമത്, അപ്പോൾ വർക്ക് എന്താണ്, എയിം എന്താണ്? ഇത് രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ തന്നിട്ടുള്ള എയിമും തന്നിട്ടുള്ള വർക്കും മിനിമം സമയം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ പെർഫോം ചെയ്യാം, ഇതാണ് സ്മാർട്ട് വർക്ക്. ഒരു കമ്പാരിസൺ പറഞ്ഞുതരാം. നമ്മൾ മുമ്പ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ആദ്യം തന്നെ ക്യൂവിൽ നിൽക്കുന്നു. ഒരു വൈറ്റ് പേപ്പറിൽ ഫോം ഉണ്ട്, അത് ഫില്ലപ്പ് ചെയ്ത് ക്യൂവിൽ നിൽക്കും. ക്യൂ വലുതാണെങ്കിൽ അതനുസരിച്ചേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ പിടിക്കും. അറ്റത്ത്, അതായത് നമ്മുടെ ബുക്കിങ്ങിൻ്റെ നമ്മുടെ അടുത്തെത്തി, കൗണ്ടറിൻ്റെ ഉൾഭാഗം, അതായത് ആ ഇരിക്കുന്ന ഓഫീസറിൻ്റെ അടുത്തെത്തി നമ്മൾ എത്താറായി. അവിടെ എത്തി 2 പേരുണ്ടുള്ളൂ നമ്മുടെ മുമ്പിൽ. അപ്പോൾ കാണാം
ഓഫീസർ പറയുന്നു ടിക്കറ്റ് ഈ ട്രെയിനിൻ്റെ കഴിഞ്ഞു, ക്ലോസ്ഡ്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കുകളും സാധനങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. വീട്ടിൽ നിന്ന് പോയി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, അത് ക്യൂവിൽ നിന്നു, ഫോം ഫില്ലപ്പ് ചെയ്തു, അങ്ങനെ അവസാനം ഒരു പക്ഷേ നമുക്ക് ടിക്കറ്റ് കിട്ടാം, അല്ലെങ്കിൽ കിട്ടില്ല. അത് അറിയണമെങ്കിൽ സാധനം നിലയ്ക്ക് അന്ന് ക്യൂവിൽ തന്നെ നിൽക്കണം. ഇത് ഹാർഡ് വർക്കായിട്ട് എടുക്കാം. അപ്പോൾ എന്താണ് സ്മാർട്ട് വർക്ക്? എഗെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ എടുക്കുക. ഇന്നിപ്പോൾ നമുക്ക് മൊബൈലിൽ ഈ സാധനം ചെയ്യാം. ടിക്കറ്റ് ഉണ്ടോ ഇല്ലേ, എന്നാണ് അവൈലബിൾ, അല്ലെങ്കിൽ അതിൻ്റെ RAC ഉണ്ടോ, ഈ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് കിട്ടും. അപ്പോൾ വിത്തിൻ 1 minute എവറിത്തിങ് ഈസ് ഓവർ. അപ്പോൾ അതൊരു ടൈപ്പ് സ്മാർട്ട് വർക്കാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നു, ഇന്ന് ഏതാണ് പ്രിഫറബിൾ, ഈസ് ഇറ്റ് ഹാർഡ് വർക്ക് ഓർ സ്മാർട്ട് വർക്ക്? എൻ്റെ ഒപ്പീനിയനിൽ ഇതിൻ്റെ ഹാർഡ് വർക്കിൻ്റെയും സ്മാർട്ട് വർക്കിൻ്റെയും ഒരു ഇക്വലിബ്രിയം എടുക്കുക. ഇനി ഏതാണ് നമുക്ക് കൺവീനിയൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ വർക്ക്, അതനുസരിച്ച് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. അത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉണ്ടാവും, അത് കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എഗെയിൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു ഐറ്റവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ.